അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ മുഴുമേഖലകളിലും കൃത്യമായി പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ശിഷ്ടകാല ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി മുന്നോട്ട് നയിക്കുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സൊപ്പുകളൊക്കെ ഒന്ന് ശരിയാക്കി, ഇവിടൊക്കെ മുന്നിലൊക്കെ ഒരുപാട് ഒഴിവുണ്ട്. എന്തെങ്കിലും അസുഖമുണ്ടോ? അല്ലെങ്കിൽ ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത് പ്രവാചക ശൃംഖലയിലെ കണ്ണിയിലെ അവസാന കണ്ണി എന്ന നിലക്കും ദീനിന്റെ എല്ലാവിധ അനുഷ്ഠാന ആചാര വിശ്വാസ കാര്യങ്ങളെല്ലാം വളരെ കുറ്റമറ്റ രീതിയിൽ സമഗ്രമായ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പ് തന്നെ ഈ ദീൻ ലോകത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും പരന്ന് വ്യാപിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെ ഒരു നിലക്കും കായികമായി നേരിട്ട് പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അതിനെ തകർക്കാൻ പലവിധേനെ ശത്രുക്കൾ ശ്രമിച്ചിട്ടുള്ളത്. ചിലർ അവരുടെ രീതിയായി കണ്ടത് ഭക്തിയുടെ മാർഗത്തിലൂടെ, വഴിവിട്ട ഭക്തിയുടെ മാർഗത്തിലൂടെ ഇതിനെ തകർക്കാം എന്ന് ചിന്തിക്കുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളുണ്ട്. വേറെ ചില ആളുകൾ മുസ്ലിം വേഷമണിഞ്ഞ് ഇതിന്റെ ഉള്ളിൽ കേറിക്കൂടി അകത്ത് നിന്ന് ഇതിനെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചവരുമുണ്ട്. എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ആദർശ വ്യതിരിക്തതയും മറന്ന് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കൈകോർത്തിട്ടുള്ള, ഒത്തുചേർന്നിട്ടുള്ള, സംഘടിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവർ പരസ്പരം അങ്ങേയറ്റത്തെ ശത്രുതയും വൈരാഗ്യമുള്ളവരാണെങ്കിലും ഇസ്ലാമിനെ ഒരു പൊതു ശത്രുവായി കണ്ട് അതിനെ നാമാവിശേഷമാക്കാൻ വേണ്ടി തങ്ങൾക്കിടയിലുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങളും മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മറന്ന് അതെത്ര കടുത്തതും ആഴമുള്ളതാണെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഇസ്ലാമിനെ തകർക്കാൻ ഒന്നിച്ചിട്ടുള്ള, അതിനുവേണ്ടി കൈകോർത്തിട്ടുള്ള ശത്രുക്കളെ ചരിത്രത്തിൽ നമുക്ക് ധാരാളമായി കാണാൻ പറ്റും. അതിലെ ഏറ്റവും ഗൗരവമർഹിക്കുന്ന, ഇതിനെ അടിയോടെ പിഴുതെറിയാൻ വേണ്ടി പാടുപെട്ട് അധ്വാനിച്ചിട്ടുള്ള വിഭാഗമാണ് ജൂതന്മാർ. ജൂതന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ഇസ്ലാമിക വേഷം ധരിച്ച് ഇതിന്റെ ഉള്ളിൽ കയറി കൂടി അഹ്ൽ ബൈത്തിനോടുള്ള, നബി കുടുംബത്തോടുള്ള സ്നേഹമെന്ന പേരിൽ ഇസ്ലാമിനെ
അതിന്റെ ഉള്ളിലുള്ള ആളുകളെ പിറകോട്ട് വലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനയാൾ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രദേശം കാര്യമായി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത, അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളുള്ള പ്രദേശമാണ്. തന്റെ ഈ പിഴച്ച വിശ്വാസവും വ്യതിചലനത്തിനും അയാൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഭൂമിക അതായിരുന്നുവെന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഈസാ നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത സത്യമതത്തെ ഇല്ലാതെയാക്കാൻ അതിന്റെ ഉള്ളിൽ കയറിക്കൂടി അതിനെ ഉള്ളിൽ നിന്ന് തകർക്കാൻ ശ്രമിച്ച പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ചെയ്ത അതേ കാര്യമാണ് അബ്ദുല്ലാഹ് ഇബ്നു സബഅ് എന്ന് പറയുന്ന ജൂതൻ ഇസ്ലാമിനുള്ളിൽ കയറിക്കൂടി ചെയ്തിട്ടുള്ളത്. ഇക്കാലത്ത് നമ്മൾ ഏറെ ശ്രദ്ധിക്കുകയും ഗൗരവത്തോടുകൂടെ പഠിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇയാളുടെ സൃഷ്ടിയാണ്, ഇയാളാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അഹ്ലു കുടുംബത്തോടുള്ള അതിരുവിട്ട സ്നേഹമെന്ന പേരിൽ ഇതിന്റെ ഉള്ളിൽ കയറി ഷിയാറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്, ഇസ്ലാമിന്റെ നേർ വിപരീത ദിശയിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തിന് രൂപം നൽകിയത് ഇയാളാണ്. എല്ലാവിധ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള, ഇസ്ലാമിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വധത്തിൽ വരെ കലാശിച്ചിട്ടുള്ള ഈ ഫിത്നയുടെയൊക്കെ ആരംഭം കുറിച്ചത് ഈ വ്യക്തിയാണെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം, ഷിയായിസം എന്ന് പറയുന്നത് ജൂത സൃഷ്ടിയാണ് എന്നത് ഏറെക്കുറെ ചരിത്ര ബോധമുള്ള എല്ലാ ആളുകളും തലകുലുക്കി സമ്മതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ഷിയായിസത്തിന്റെ അതിന്റെ അലയൊലികളും അത് തലപൊക്കുന്നതുമായ ഒരുപാട് രംഗങ്ങളുണ്ട്. ഒരുപാട് പഴക്കമുള്ളതുണ്ട്. അടുത്ത കാലത്ത് അത് സജീവമായി കൊണ്ടിരിക്കുന്നു. ചില കുഗ്രാമങ്ങളിൽ പോലും ഇതിന്റെ സ്വാധീനം എത്തിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ചെറുപ്പക്കാരിൽ ഇതിന്റെ സ്വാധീനം അവരെ വല്ലാതെ പിടികൂടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഏറെയൊന്നും പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത കുഗ്രാമങ്ങളിലെ ചില ചെറുപ്പക്കാർ അവരുടെ വീടിന്റെ മേൽത്തട്ടിൽ മാളികയിൽ കയറി സുബഹി ബാങ്ക് വിളിക്കുന്നത് കൂട്ടത്തിൽ അവർ ഷിയാ ബാങ്ക് കൊടുക്കുന്ന രൂപത്തിലൂടെ ബാങ്ക് കൊടുക്കുന്ന അനുഭവമുള്ള വ്യക്തിയാണ് ഞാൻ. അത്ര കണ്ട് ഇത് നമ്മുടെ നാടുകളിൽ വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഇത് എന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതെന്തിനാണ്? നമ്മൾ ആ ഫിത്നയിൽ പോയി ചാടാതിരിക്കാൻ സ്വഹാബികളിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൈറ് എന്താണ്, ഉത്തമമായ കാര്യം എന്താണ് എന്ന് ചോദിക്കുന്ന ധാരാളം സ്വഹാബികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ചിലർ തിന്മകളെ കുറിച്ച് നബിയോട് ചോദിച്ചിരുന്നു. എന്താണ് നബിയെ തിന്മ? ഓരോ വിഷയത്തിലെയും തിന്മയെ കുറിച്ച് പ്രത്യേകം അന്വേഷിക്കുക. അത് ചോദിച്ച് പഠിച്ചിരുന്ന സ്വഹാബത്തിനെ കാണാം. അതെന്തിനാണ്? ആ തിന്മ തന്നെ ബാധിക്കാതിരിക്കാൻ, ഞാനതിൽ പോയി ചാടാതിരിക്കാൻ, അത് തിന്മയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ദൂരം പാലിക്കാനാണ് ആ ഒരു രീതി അവർ സ്വീകരിച്ചിരുന്നത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് പ്രധാനമായും 6 കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഈ 6 വിഷയത്തിലും ദീനിന്റെ മൗലികമായ വശങ്ങളെ അതിനെ കത്തിവെക്കാൻ ശ്രമിച്ചവരാണിവർ. 1 തൗഹീദാണ്, 2 റിസാലത്ത് പ്രവാചകത്വം, അതേപോലെ വിശുദ്ധ ഖുർആൻ,
അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാകുന്ന സ്വഹാബത്ത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആദർശജ്ഞാനം, അള്ളാഹുവിന്റെ ഇൽമുൽ ഗൈബ് എന്ന് പറയുന്ന ആദർശജ്ഞാനം തുടങ്ങിയ കാര്യങ്ങളിലും തങ്ങളുടെ ഇമാമുകൾ പാപസുരക്ഷിതരാണ്, പ്രവാചകന്മാരെക്കാൾ ഒരു വേള മീതയാണെന്ന് വരെ പറയുന്ന ഈ പറയപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാക്കണം. ഒന്നാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അത് ഇവർ അവരുടെ ഇമാമുകൾക്ക് വകവെച്ചു കൊടുക്കുന്നു. അള്ളാഹുവിനോട് ഇസ്തിഗാഥ നടത്തേണ്ടതിന് പകരം സത്യം ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവിനെ മാത്രം പിടിച്ച് സത്യം ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ അത്തരം വേളകളിലൊക്കെ ഇമാമുകളെ പിടിച്ച് സത്യം ചെയ്യുന്ന, ഇമാമുകളുടെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ മാത്രം ചെയ്യാവുന്ന നേർച്ച എന്ന് പറയുന്ന ആരാധന, അത് ഇമാമുകളുടെ പേരിൽ നേർച്ചയാക്കുന്ന, അവരോട് ഇസ്തിഗാഥ നടത്തുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന ഈ ഒരു രീതി അവരിൽ വ്യാപകമാണ്. ഇവിടെ തന്നെ തൗഹീദിന്റെ അടിസ്ഥാനമാണ് തകർന്നു പോകുന്നത്. തൗഹീദ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ടതും അവൻ മരിക്കുന്നത് പോലും തൗഹീദ് ഉച്ചരിച്ചാവേണ്ടതുണ്ട് എന്നും ദീൻ വളരെ കണിശമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഈ തൗഹീദിലാണ് ഒന്നാമതായി കീറിപ്പിടിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന, ശുദ്ധമായ കലർപ്പില്ലാത്ത തൗഹീദ് പറയുന്ന സകല ആയത്തുകളെയും അത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിലായത്തിൽ അദ്ദേഹത്തിന്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ് എന്ന രീതിയിലുള്ള ക്രൂരമായ ദുർവ്യാഖ്യാനങ്ങൾ നൽകുന്നവരാണ്. അതേപോലെ ശിർക്കിന് വിരോധിച്ചുകൊണ്ട് പറയുന്ന ആയത്തുകളെ വ്യാഖ്യാനിക്കുന്നത് അലി റളിയല്ലാഹു തആല അൻഹുവും അദ്ദേഹത്തിന്റെ ശേഷം ഇവർ പറയുന്ന 12 ഇമാമുകളും ആ ഇമാമുകളെ അല്ലാതെ വേറെ ഒരാളെ ഇമാമായി സ്വീകരിക്കുന്നതാണ് ശിർക്ക്. അതിനെക്കുറിച്ചാണ്, ആ രീതിയിലാണ് ശിർക്കിനെ കുറിച്ച് പറയുന്ന വചനങ്ങളെ കീറിപ്പിടിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നംലിന്റെ 51-ാമത്തെ വചനം, وقال الله لا تتخذوا إلهين اثنين إنما هو إله واحد فإياي فارهبون എന്ന് പറയുന്ന ഒരു വചനമുണ്ട് വിശുദ്ധ ഖുർആനിൽ. നിങ്ങൾ 2 ഇലാഹുകളെ സ്വീകരിക്കരുത്, ഏകനായ ഇലാഹിനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നതാണ് വചനത്തിന്റെ വ്യക്തമായ അതിന്റെ ആശയവും അർത്ഥവും. അതാണ് ഈ വചനത്തെ പിടിച്ചുകൊണ്ട് പറയുന്നത്, അലി റളിയല്ലാഹു തആലന് പുറമെ നിങ്ങൾ വേറെ ഒരു ഇമാമിനെ സ്വീകരിക്കരുത് എന്നാണ്. അഥവാ ഇലാഹ് എന്നുള്ളതിന് ഇമാം, ഇമാമത്ത്, അലി റളിയല്ലാഹു തആലയുടെ വിലായത്ത്, വലായത്ത് എന്ന് പറയുന്ന ആശയം നൽകുന്നു. ഇവിടെ തൗഹീദിനെ പാടെ നശിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹദീസുകൾ കാണാം, ചരിത്രങ്ങൾ കാണാം. സ്വഹാബത്തിന്റെ ജീവിതത്തിലും അതിനെ കൃത്യമായി നബിയുടെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്തിട്ടുള്ള അവരുടെ ജീവിതം കാണാം. ഇതിനെ മുഴുക്കെ ഈ വിധത്തിൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തി അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇമാമത്ത്, അദ്ദേഹത്തെ ഒരു ഇലാഹിന്റെ, അള്ളാഹുവിന്റെ മർത്തബയിലേക്ക്, ആ ഒരു മൻസിലത്ത്, പദവിയിലേക്ക് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഒന്നാമത്തെ പാളിച്ച സംഭവിക്കുന്നത്. രണ്ടാമതായി കേറിപ്പിടിച്ചത് ഖുർആനെയാണ്. അഥവാ ഇവർ പറയുന്ന ഈ ഇമാമുകളുടെ പാപസുരക്ഷിതത്വവും അവർ ഇമാമുകളായി അല്ലാഹു തആല വഹയിലൂടെ ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നതിന് വിശുദ്ധ ഖുർആനിൽ ഒരു പ്രമാണവും കാണാൻ സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ ചെയ്ത കാര്യം, നിലവിലുള്ള ഖുർആനിൽ അത് കാണാൻ കഴിയില്ല, കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ അത് അപൂർണമാണ് എന്ന വാദത്തിലേക്ക് പിന്നെ മാറി. ആദ്യം പറഞ്ഞത് സ്ഥാപിക്കാൻ വിശുദ്ധ ഖുർആനിലൂടെ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അതിന് നിങ്ങളുടെ കയ്യിലുള്ള ഖുർആനിൽ അത് ഉണ്ടാവില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ അത് പൂർണ്ണമല്ല.
പൂർണ്ണമായ ഒരു ഗ്രന്ഥം വേറെയുണ്ട്. അത് അലി റളിയല്ലാഹു തആലാന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് അലി റളിയല്ലാഹു തആലാന് അവകാശപ്പെട്ട ഖിലാഫത്ത് നിങ്ങൾ നൽകാത്തത് കൊണ്ടാണ് അദ്ദേഹം അത് നിങ്ങൾക്ക് പറഞ്ഞു വരാതെ മുടിവെച്ചത് എന്നിങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നൽകാൻ തുടങ്ങി. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളെയും അതിനായി അവർ ദുർവ്യാഖ്യാനം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലി റളിയല്ലാഹു തആലാനെ ഇലാഹി എന്ന ദറജയിലേക്ക്, റബ്ബ് എന്ന ദറജയിലേക്കൊക്കെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ തന്നെ ചില ആയത്തുകളെയാണ് അവർ ഇതിന് ദുർവ്യാഖ്യാനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയാതി ലഅല്ലക്കും ബിലിഖാഇ റബ്ബിക്കും തൂഖിനൂൻ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കാര്യങ്ങളുടെ നിയന്താവ്. മുദബ്ബിറുൽ അംറ അല്ലാഹയാണ് എന്ന് പറയുന്ന ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു തആലയാണ് ആലം നിയന്ത്രിക്കുന്നത്. സമാനമായ വിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടോ ഇല്ലേ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇതൊക്കെ അവിടെ നിന്ന് വന്ന് അതിന്റെ വേര് അതാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കുക അല്ലാഹ് എന്ന ദറജയിലേക്കും റബ്ബ് എന്ന ദറജയിലേക്കും മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഉയർത്തുന്നു. പിന്നെ അവരുടെ ഇമാമുകൾ പ്രവാചകന്മാരെക്കാൾ വലിയവരാണ്. പ്രവാചകന്മാരെക്കാൾ വലിയവരാണ് തങ്ങളുടെ ഇമാമുകൾ എന്ന് പറയുന്നു. തങ്ങളുടെ ഇമാമുകൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ഖാലിഖ്, അതിനുള്ള കഴിവ് അവർക്കുണ്ട്. ആദർശജ്ഞാനം അവർ അറിയും. അവർക്ക് ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്. അവർക്ക് യഥേഷ്ടം മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കാൻ കഴിയും. തങ്ങൾ എപ്പോഴാണ് മരിക്കുക എന്ന് വരെ തങ്ങളുടെ ഇമാമുകൾക്കറിയും. തങ്ങളുടെ മരണം തെരഞ്ഞെടുക്കുവാനുള്ള ഇഖ്തിയാർ, സ്വാതന്ത്ര്യം തങ്ങളുടെ ഇമാമുകൾക്കുണ്ട് എന്നവർ പറയുന്നു. എന്ന് തുടങ്ങി ഇസ്ലാമിനെ പാടെ തലതിരിച്ചിടുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ഒരു പുതിയ ഒരു ഇസ്ലാമല്ല, അതൊരു പുതിയ മതമാണ്. അത് കേവലം ഒരു പിഴച്ച കക്ഷി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അത് വേറൊരു മതമാണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇങ്ങനെ ഒരുപാട് പിഴച്ച വിശ്വാസങ്ങൾക്ക് അടിത്തറവാകുകയും അതിന് വിശുദ്ധ ഖുർആനിനെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവരോട് ആളുകൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഖുർആനെ നേർക്കുനേരെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ പൂർണ്ണമല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ അപൂർണമാണ്. പൂർണ്ണമായ ഗ്രന്ഥത്തിൽ അതെല്ലാം ഉണ്ട്. അത് അലി റളിയല്ലാഹു തആലാന്റെ കയ്യിൽ ഉണ്ട് എന്നവർ പറയുന്നു. എന്നാൽ അത് വളരെ ബാലിശമായ വാദമാണ്. അലി റളിയല്ലാഹു തആലാനോട് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, മറ്റു സ്വഹാബികൾക്കൊന്നും പറഞ്ഞു കൊടുക്കാത്ത എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും, ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് അലി റളിയല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ശരിയായ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. നിലവിലുള്ള ഖുർആനിൽ പലതും സഹാബികൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട് എന്നും അലി റളിയല്ലാഹു തആലാനെ പ്രശംസിക്കുന്ന ഒരുപാട്, അദ്ദേഹത്തിന്റെ ഇമാമത്തിന് പ്രശംസിക്കുന്ന, അദ്ദേഹമാണ് റസൂലുള്ളാഹിയുടെ ശേഷം ഖലീഫയാകേണ്ടതെന്ന് പറയുന്ന വചനങ്ങളൊക്കെ ഖുർആനിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ സഹാബികൾ മാറ്റിമറിച്ചതാണ്, വെട്ടി ചുരുക്കിയതാണ് എന്നാണ് ഇവിടെ ആരോപണം. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. അവർ പറയുന്ന ഒരു കാര്യം, ഖുർആനിൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു വാചകമുണ്ടായിരുന്നുവെന്നും അത് സ്വഹാബികൾ മാറ്റിമറിച്ചതാണ്, മൂടിവെച്ചതാണ് എന്നൊക്കെ പറയാറുണ്ട്. അലം നശ്റഹ് ലക സദ്റക്, താങ്കൾക്ക് അല്ലാഹു തആല ഹൃദയ വിശാലത നൽകിയില്ലയോ എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ് അവിടെ വജഅൽനാ അലിയൻ സിഹ്റക്, അങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്നു. അത് ഇവർ വെട്ടിമാറ്റിയതാണ്. താങ്കൾക്ക് അല്ലാഹു തആല ഹൃദയ വിശാലത നൽകിയില്ലയോ, അലിയെ താങ്കൾക്ക് അല്ലാഹു തആല താങ്കളുടെ മരുമകനുമാക്കി തന്നില്ലയോ എന്ന് പറയുന്ന അലി റളിയല്ലാഹു തആലാനെ ആ വിധത്തിൽ പ്രശംസിക്കുന്ന ഒരു വചനം ഉണ്ടായിരുന്നു. അത് ഇവർ ഒഴിവാക്കിയതാണെന്നാണ് സ്വഹാബികളെ കുറിച്ചുള്ള ആരോപണം. ഇങ്ങനെ ഇതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്.
ഈ വിധത്തിൽ ഒരുപാട് ഭേദഗതികൾ ഇവർ വരുത്തിയിട്ടുണ്ട്, നമ്മെ സഹാബത്ത് വരുത്തിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. സ്വാഭാവികമായും ഇവരുടെ വാദപ്രകാരം സ്വഹാബികൾ ഖുർആൻ ഭേദഗതി വരുത്തിയവരാണ് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വഹാബികളിൽ നിന്നും ഉദ്ധരിക്കുന്ന സ്വഹാബികളിലൂടെയാണല്ലോ ഹദീസ് കിട്ടുന്നത്. അതുകൊണ്ട് ഹദീസുകളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. ആദ്യം തൗഹീദിൽ കയറി പിടിച്ചു, രണ്ടാമത് ഖുർആനെ അതിൽ കയറി പിടിച്ചു, മൂന്നാമതായി കയറി പിടിച്ചത് ഹദീസുകളെയാണ്. ഈ പറയപ്പെട്ട ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആൻ മൂടിവെച്ച വഞ്ചകരായ ഈ ആളുകൾ അഥവാ സ്വഹാബത്ത് പറയുന്ന ഈ ഹദീസുകൾ എങ്ങനെയാണ് സ്വീകരിക്കുക? അതുകൊണ്ട് ഹദീസുകളുടെ സ്വീകാര്യമാണ്. തങ്ങൾക്ക് ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ അത് തങ്ങളുടെ ഇമാമുകളിലൂടെ മാത്രം ഉദ്ധരിച്ചു വരുന്ന ഹദീസുകളെ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ പരിമിതമായ വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. അവരുടെ കൂട്ടത്തിൽ പ്രമുഖനായ പണ്ഡിതന്മാർ പറയുന്നത് 3 സ്വഹാബികളെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്നാണ്. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ്, അബൂദർറുൽ ഗിഫാരി, സൽമാനുൽ ഫാരിസി, ഈ 3 പേരെ അല്ലാതെ ഒരാളെയും ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ജാബിർ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ ആളുകൾക്കൊക്കെ ഒരു ഒരു ഈച്ചയുടെ ചിറകിന്റെ വില പോലും ഞങ്ങൾ നൽകുന്നില്ല എന്നാണ്. ഈ വിധത്തിൽ ഹദീസുകളെ അവർ പാടയവഗണിച്ചു. പിന്നീടുള്ളത് തങ്ങളുടെ ഇമാമുകൾ, അവർ ആദർശമറിയുന്നവരാണ്. മറഞ്ഞ കാര്യമെല്ലാം അവർക്കറിയാം. ഈ ദുന്യാവിൽ കഴിഞ്ഞുപോയതും നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ മുഴു കാര്യങ്ങളും തങ്ങളുടെ ഇമാമുകൾക്കറിയാം. അവരുടെ അറിവിൽപ്പെടാത്ത ഒരു കാര്യവും ഇവിടെ ഇല്ല എന്നതായിരുന്നു മറ്റൊരു വിഷയം. ഇതും നേർക്കുനേരെ ചരിത്രത്തിന് വിരുദ്ധം വിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ വചനങ്ങൾക്ക് വിരുദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനായി അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള ആദർശ വിശ്വാസവുമായി ബന്ധപ്പെട്ട ധാരാളം വചനങ്ങൾ കാണാം. അതിലൊന്ന്, ഞാൻ ആദർശമറിയുന്ന ഒരാളാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന വചനം കാണാം. സൂറത്ത് അഅറാഫിൽ നമുക്ക് കാണാം, ഖുൽ പറയുക നബിയേ, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ, ഉപകാരോപദ്രവം എന്റെ നഫ്സിനെ ഞാൻ അധീനപ്പെടുത്തുന്നില്ല, എന്തെങ്കിലും ഒരു ഉപകാരം ഉപദ്രവം ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ, എനിക്ക് അദൃശ്യം അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപാട് നന്മകൾ നേടുമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അദൃശ്യമറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാലും അത് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പലായനം ചെയ്തത്, ഞാൻ വളരെ ചുരുക്കി പറയാം, ത്വായിഫിലേക്ക് പലായനം ചെയ്തു റസൂൽ. മക്കക്കാരുടെ മർദ്ദനമുറകൾ അസഖ്യമായപ്പോൾ ത്വായിഫിൽ തന്റെ കുടുംബക്കാരുണ്ട്, അവിടെ ചെന്നാൽ ആശ്വാസം കിട്ടും, അവിടെ എനിക്ക് സംരക്ഷണം നൽകും എന്ന വിശ്വാസത്തിലാണ് റസൂൽ ത്വായിഫിലേക്ക് പോകുന്നത്. പക്ഷേ ത്വായിഫുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ ഉപദ്രവിച്ചതിനേക്കാൾ കടുത്ത ഉപദ്രവമാണ് നബി അവർ ഏൽപ്പിച്ചത്. മക്കക്കാർ അതിനേക്കാൾ കടുത്ത ഉപദ്രവം ത്വായിഫുകാരിൽ തനിക്ക് ഉണ്ടാകുമെന്ന് നബി അറിഞ്ഞിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു മറഞ്ഞ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിരുന്നുവെങ്കിൽ റസൂൽ ത്വായിഫിലേക്ക് പോകില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ധരിച്ചിരുന്ന മാല നഷ്ടപ്പെട്ടു. ആ മാല കിട്ടാതെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. കപട വിശ്വാസികൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര കുറ്റാരോപണം ഉന്നയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ വിഷമമുണ്ടായി. ഖൈബർ യുദ്ധ ദിവസം, ഖൈബർ യുദ്ധം നടന്ന വേളയിൽ ഒരു ജൂതപ്പെണ്ണ് ഭക്ഷണത്തിൽ വിഷം പുരട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. തന്റെ കൂടെ ഉണ്ടായിരുന്ന ബിശ്ർ എന്ന് പറയുന്ന സ്വഹാബി ആ ഭക്ഷണം കഴിച്ചു. ആ സ്പോട്ടിൽ അദ്ദേഹം മരിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല സംരക്ഷണം നൽകി.
റസൂലുള്ളാഹി മരിക്കുന്ന വേളയിൽ പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അന്നയുടെ മടിത്തട്ടിൽ കിടന്ന് മരിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഖൈബറിൽ വെച്ച് ആ ജൂതപ്പെണ്ണ് തന്ന വിഷത്തിന്റെ പ്രയാസം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഈ ഭക്ഷണത്തിൽ വിഷമുണ്ടോ ഇല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ സാധിച്ചില്ല. ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി ചതിക്കുഴിയിൽ വീണിട്ടുണ്ട്. തന്റെ മുമ്പിൽ ഒരു ചതിക്കുഴി ഉണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ എണ്ണിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രദേശത്ത് കുറെ ആളുകൾ മുസ്ലിങ്ങളായിട്ടുണ്ട്, അവർക്ക് ദീൻ പഠിപ്പിക്കാൻ നിങ്ങൾ കുറച്ച് ആളുകളെ പറഞ്ഞേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽ ഉണ്ടായിരുന്ന ഒരു 10-70ഓളം ഖുർആൻ പഠിച്ചിട്ടുള്ള ഖുറാ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളെ ഇവർക്ക് ഖുർആൻ പഠിപ്പിക്കാനായി ഇവരെ കൂടെ പറഞ്ഞയച്ചു. വഴിയിൽ വെച്ച് ഈ ആളുകൾ സ്വഹാബികളെ കൊന്നു. ചതിയായിരുന്നു, കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. അദൃശ്യമറിയുമായിരുന്നുവെങ്കിൽ തന്റെ അടുത്ത് വന്നിട്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ പറഞ്ഞേക്കണമെന്ന് പറയുമ്പോ അദൃശ്യമറിയുന്ന റസൂലുള്ളാഹിയാണെങ്കിൽ എന്റെ അനുചരന്മാരെ കൊല്ലാൻ വിട്ടുതരില്ല എന്നാണ് പറയേണ്ടത്. നബിക്കറിയില്ല ഇത് ഈ പറയുന്നത് നബി അത് സത്യമാണെന്ന് ധരിച്ചു. ഇങ്ങനെ അദൃശ്യമറിയില്ല എന്നതിന്റെ ഇഷ്ടം പോലെ തെളിവുകൾ കാണാം. മറ്റു പ്രവാചകന്മാരുടെയും അവസ്ഥ അത് തന്നെയാണ്. തന്റെ മുന്നിൽ വന്നിട്ടുള്ളത് മലക്കുകളാണോ മനുഷ്യരാണോ എന്ന് ഇബ്രാഹിം നബിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മനുഷ്യരാണെന്ന ധാരണയിൽ കാളക്കുട്ടിയൊക്കെ അറുത്ത് സൽക്കരിച്ച് ഭക്ഷണം അവരുടെ മുന്നിൽ വെച്ച് കൊടുക്കുമ്പോ അവർ ഭക്ഷിക്കുന്നില്ല. അപ്പോഴാണ് മലക്കുകളാണ് തിരിച്ചറിയുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും ബിന്യാമീനെയും നഷ്ടപ്പെട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണ് വെളുത്തുപോയി എന്ന് ഖുർആൻ പറയുന്നു. എവിടെ പോയി യൂസുഫ് അലൈഹിസ്സലാം എന്നറിയുന്നില്ല. അദ്ദേഹം മറ്റൊരു രാജ്യത്ത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി ഭരണത്തിൽ പങ്കാളിത്തം വഹിച്ച് സുഖകരമായി ജീവിക്കുന്ന വിവരം യാക്കൂബ് നബി അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്തിനു കരയണം? ഇങ്ങനെ അദൃശ്യമറിയാത്ത എത്രയോ അദൃശ്യത്തെ കുറിച്ച് പറയുന്ന പ്രവാചകന്മാർക്ക് അത് അറിയില്ല എന്ന് പഠിപ്പിക്കുന്ന എത്രയോ ചരിത്രങ്ങൾ, എത്രയോ ഹദീസുകളുണ്ട്. ഈ ഹദീസുകളെയും ആയത്തുകളെയും എല്ലാം മുഴുവനും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ഇമാമുകൾ, അവർ അദൃശ്യമറിയുന്നവരാണ്. അവർ ഈ ഭൂമിയിൽ ഒരു ഇല വീണാൽ പോലും അത് അവർ അറിയും എന്ന് ഇമാമുകളെ കുറിച്ച് പറയുന്നത്. സമാനമായ വിശ്വാസങ്ങളും സമാനമായ ആദർശങ്ങളും വെച്ച് പുലർത്തുന്നവർ നമ്മുടെ നാടുകളിലും ഉണ്ട് എന്ന് കൂട്ടത്തിൽ ഞാൻ ആവർത്തിച്ച് പറയും. ഇതിന്റെ ഗൗരവം നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, ബദാ എന്ന് പറയുന്നൊരവസ്ഥ അള്ളാഹുവിന് ഉണ്ട് എന്നാണ്. ബദാ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ആദ്യം ഒരു കാര്യം തീരുമാനിക്കും. ഇവരുടെ ഭാഷയിൽ ആദ്യം ഒരു കാര്യം തീരുമാനിച്ചിട്ട് പിന്നെയാണ് അള്ളാഹുവിന് മനസ്സിലാകുക അത് ശരിയല്ലായിരുന്നു, ഇങ്ങനെയാണ് വേണ്ടിയിരുന്നത്. ഇതിനാണ് ബദാ എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ അവസ്ഥയുണ്ട്. ഇത് പറയുന്നത് എന്തിനാണെന്നറിയോ? ഇവർ വിശ്വസിക്കുന്ന പാപ സുരക്ഷിതരെന്നിവർ അവകാശപ്പെടുന്ന ഇവരുടെ ഇമാമുകൾക്ക്, ആചാര്യന്മാർക്ക് പലപ്പോഴും അബദ്ധം പിണയാറുണ്ട്. തങ്ങളുടെ ഇമാമുകൾ പാപസുരക്ഷിതരാണെന്ന് പറയുന്നു. പക്ഷെ പാപസുരക്ഷിതരെന്ന് പറയുന്ന ഇവർക്ക് തന്നെ അബദ്ധം പിണയുമ്പോ അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ട ഒരു മാർഗമാണ് ഇത്. ഇവർക്ക് വിളിച്ചതല്ല, അള്ളാഹു തആലക്ക് ആദ്യം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പിന്നെ ശരിയല്ലെന്ന് തോന്നിയപ്പോ അള്ളാഹ് അറിയിച്ചു കൊടുത്തു. അപ്പൊ അവർ മാറ്റിയതാണ്. ഇമാമുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ പെരുന്നുണ പറയുക, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തങ്ങളുടെ ഇമാമുകൾ അവർ പാപസുരക്ഷിതരാണെന്ന് പറയുന്ന കൂട്ടത്തിൽ അവർ പറയുന്നത് മറന്നുകൊണ്ടോ മനഃപൂർവമോ അബദ്ധത്താലോ ഒരു സ്ഖലിതവും ഇമാമുകൾക്ക് സംഭവിക്കില്ല എന്നാണ്. മറവിണ്ടാവില്ല, അബദ്ധം വീണയില്ല എന്ന് പറഞ്ഞാൽ പല പണ്ഡിതന്മാരും പറയുന്ന പോലെ ഇമാമുകളെ ഉലൂഹിയത്തിന്റെ ദറജയിലേക്ക് ഉയർത്തുകയാണ്. ശരിക്ക് ആയത്തുൽ കുർസി മനസ്സറിഞ്ഞ് ഒരു തവണ അതിന്റെ അർത്ഥസഹിതം വായിച്ചാൽ പറയാൻ പറ്റാത്ത കാര്യമാണ്.
ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമോ മയക്കമോ ബാധിക്കാത്തവൻ, അതേപോലെ എല്ലാ മുന്നിലും പിന്നിലുമുള്ള എല്ലാ അദൃശ്യകാര്യങ്ങളും അറിയുന്നവൻ തുടങ്ങി മറവിയോ അബദ്ധമോ ഒന്നും സംഭവിക്കാത്ത ഒരാളെന്ന് പറയുമ്പോൾ ഫലത്തിൽ അത് ഉലൂഹിയത്തിന്റെ ദറജയിലേക്ക് ഉയർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ മറവി സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബിയേക്കാൾ പലപ്പോഴും ഇവരെ ഉയർത്തുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് വരെ മറവി സംഭവിച്ചിട്ടുണ്ട്. 4 റക്അത്തുള്ളൊരു നമസ്കാരം 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടിയിട്ടുണ്ട് റസൂൽ. ഒരു സ്വഹാബി ചോദിച്ചു, മറന്നതാണോ അതോ ചുരുക്കിയതാണോ, ചുരുക്കി സ്കരിച്ചതാണോ അതോ മറവി പറ്റിയതാണോ എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു രണ്ടും അല്ലാന്ന്, മറന്നിട്ടില്ല ചുരുക്കിയിട്ടില്ല എന്ന്. അപ്പോ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞാൽ നബി നിങ്ങൾ 2 സ്കരിച്ചിട്ടുള്ളൂ, അപ്പൊ അത് മറവി പറ്റിയതാണ്. റസൂൽ അവിടെയുള്ള മറ്റുള്ള ആളുകളോട് മറ്റുള്ള സഹാബികളോട് ചോദിച്ചു, ഞാൻ 2 സ്കരിച്ചിട്ടുള്ളൂ. അതെ, മറവിയെ സംഭവിച്ചതാണ്. അങ്ങനെ റസൂൽ ബാക്കി 2 കൂടെ നിസ്കരിച്ച് സുജൂദിന്റെ സുജൂദ് ചെയ്ത് നമ്മൾ ഫിഖ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ മറവി സംഭവിക്കും നബിമാർ. എന്നാൽ ഇവർ പറയുന്നത് ഞങ്ങളുടെ ഇമാമുകൾക്ക് അതൊന്നും ഉണ്ടാവില്ല, ആ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്ന് പറയുന്നവരാണ്. ഇങ്ങനെ ഒട്ടേറെ ദീനിന്റെ അടിത്തറയെ തന്നെ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ് ശിയായിസം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരു ലാഘവത്തോടുകൂടെ കാണുകയും ഇതിന് വെള്ളപൂശുകയും ഇത്തരം ആളുകൾക്ക് വെള്ളപൂശുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ എത്ര ഈ കാലത്തേക്ക് ഇതൊക്കെ പറയേണ്ടതുണ്ടോ? ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് ഇതിനെക്കുറിച്ചൊക്കെ മൗനം ദീക്ഷിക്കുകയല്ലേ വേണ്ടതെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മളിത് പറയുന്നത് അടിസ്ഥാനപരമായി ഒന്നാമതായി നമ്മൾ ഇത്തരം വിശ്വാസങ്ങളിൽ പോയി ചാടാതിരിക്കാനുള്ള പ്രതിരോധമാണ്. നമ്മുടെ വിശ്വാസത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടന്നു വരാതിരിക്കാനും നമ്മുടെ വിശ്വാസത്തെ സുരക്ഷിതമാക്കുവാനുമാണ്. അവസാനമായി സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നത്, ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ 3 ആളുകൾ ഒഴികെ ചില ആളുകൾ 10 പേർ അല്ലെങ്കിൽ 7 പേർ, എന്തായാലും 10ന് മേലെ പോകുന്നില്ല, അല്ലാത്ത എല്ലാ സ്വഹാബികളും മുർത്തദ്ദായി പോയിട്ടുണ്ട് എന്നാണ്. അതിൽ തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ, മുആവിയ റളിയല്ലാഹു തആല അൻഹുമാ, ഇവരൊക്കെ അങ്ങേയറ്റത്തെ കുഫറിൽ പോയി ചാടിയവരാണ് എന്നാണ്. വിഗ്രഹങ്ങൾ എന്നാണ് അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും കുറിച്ച് പറയാറുള്ളത്. അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുക എന്നുള്ളത് ഒരു പ്രധാന ഇബാദത്തായി കാണുന്നവരാണ്. എന്നാൽ അലി റളിയല്ലാഹു തആല ഇവിടെ പറഞ്ഞ സ്വഹാബികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ശരിയായ ചരിത്രത്തിൽ കാണാം. അലി റളിയല്ലാഹു തആലാനുവിന് ഉമ്മു കുൽസും എന്ന് പറയുന്ന ഒരു മകളുണ്ടായിരുന്നു. ആ മകളെ അദ്ദേഹം കല്യാണം കഴിച്ചു കൊടുത്തത് ഉമർ റളിയല്ലാഹുവിനാണ്. ഉമർ റളിയല്ലാഹുവിനാണ് അവരെ കല്യാണം കഴിച്ചത്. അപ്പൊ അലി റളിയല്ലാഹു തആലാനും അവരും തമ്മിലുള്ള ബന്ധമാണ്. ഇവരുടെ വിശ്വാസപ്രകാരം ഉമർ റളിയല്ലാഹു കാഫിറാണ്. കാഫിറായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണ് അലി റളിയല്ലാഹു കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? രണ്ടാലൊരു കാര്യം പറയണം. ഒന്നുകിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാണെന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ മാസൂമായ അലി റളിയല്ലാഹു അൻഹുവിനെ തെറ്റ് സംഭവിച്ചു എന്ന് പറയേണ്ടി വരും. 2 സംഭവിച്ചാലും ശിയായിസത്തിന്റെ അടിത്തറ ഇളകും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംക്ഷിപ്തമായെങ്കിലും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വിശ്വാസ കാര്യങ്ങളിൽ ഈ വിഭാഗം കടത്തിക്കൂട്ടിയിട്ടുള്ള മാരകമായ അപകടത്തെക്കുറിച്ചാണ് വളരെ ചുരുങ്ങിയ നിലക്ക് നമ്മൾ മനസ്സിലാക്കിയത്. വിശ്വാസകാര്യങ്ങളിൽ മാത്രമല്ല, വുളു ഉണ്ടാക്കുന്ന വിഷയത്തിൽ, സോക്സിൽ തടവൽ, ബാങ്ക്, നമസ്കാരം തുടങ്ങിയ അനുഷ്ഠാനങ്ങളിലൊക്കെയും ഇവർ പലതും കടത്തിക്കൂട്ടുകയും അതിന്റെ സത്ത ചോർത്തിക്കളയുകയും ശ്രമിച്ചിട്ടുണ്ട്. ബാങ്കിലും വുളുവിലും നമസ്കാരങ്ങളിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും അതിന്റെ സ്വാധീനമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ സ്വാധീനങ്ങളിൽ ഏറെ അതിന്റെ സ്വാധീനം പ്രകടമാകുന്ന ഒരു മാസമാണ് മുഹറം. നാളെ മുഹറം 1 മുഹറം 1 പ്രവേശിക്കുന്നതോടുകൂടെ
നമ്മുടെ നാട്ടിലെ തന്നെയുള്ള ആളുകളുടെ വിശ്വാസം മുഹറം 1 മുതൽ 10 വരെ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല, അത് ദുശഗുണമാണ്, ശൂമാൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇവരിൽ നിന്ന് വന്നതാണ്. നഹ്സ് എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് വന്നതാണ്. മുഹറം 1 മുതൽ 10 വരെയുള്ളത് ഒരു നല്ല കാര്യവും ചെയ്യാൻ പറ്റില്ല. വീട്, ഒരു വിവാഹം, അതല്ലെങ്കിൽ ഒരു പുതിയ ഡ്രസ്സ് ധരിക്കുന്നത്, പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത് തുടങ്ങിയ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അതൊക്കെ അതിന് കഴിഞ്ഞിട്ടേ ആകാവൂ. ഇത് ഈ മുഹറം 10 പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സമാനമായ വിശ്വാസങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. അന്ന് മുഹറമായിരുന്നില്ല, ശവ്വാലായിരുന്നു എന്ന് മാത്രം. ശവ്വാൽ ഒരു ദുസ്സഗുണം പിടിച്ച മാസമാണ് എന്നൊരു ധാരണ, വിശ്വാസം നൂറ്റാണ്ടുകളായി ആ സമൂഹത്തിൽ നിലനിന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിരുത്തിയത് പ്രായോഗികമായിട്ടാണ്. റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്യാൻ തെരഞ്ഞെടുത്ത മാസം ശവ്വാലാണ്. ശവ്വാലിൽ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ശവ്വാലിൽ വിവാഹം ചെയ്താൽ ആ വിവാഹം സുഖകരമായി മുന്നോട്ട് പോകില്ല എന്നുള്ള ധാരണ റസൂലുള്ളാഹി തിരുത്തി. ആയിഷ റളിയല്ലാഹു തആലയെ വിവാഹം ചെയ്ത ആ വർഷത്തിൽ തന്നെ അവർ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് താമസിക്കാൻ തുടങ്ങുന്നത്, വീട് കൂടുന്നത്. ആ വീട് കൂടാൻ റസൂലുള്ളാഹി തെരഞ്ഞെടുത്ത മാസവും ശവ്വാലാണ്. ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെക്കാൾ ആനന്ദവും സംതൃപ്തിയും നിറഞ്ഞ വേറെ ഏത് കുടുംബ ജീവിതമാണ് ഉള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയുന്നതായി ശരിയായ ചരിത്രത്തിൽ നമുക്ക് കാണാം. അതിനെല്ലാം പുറമെ സഹോദരന്മാരെ, ചില പണ്ഡിതന്മാർ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ദിവസങ്ങൾക്കും സമയങ്ങൾക്കുമെല്ലാം നഹ്സ് കൽപ്പിക്കുക എന്നുള്ളത് തീർച്ചയായും ജൂതന്മാരുടെ സമ്പ്രദായമാണ്. സ്രഷ്ടാവിലും രക്ഷിതാവിലും ഭരമേൽപ്പിക്കുന്ന മുസ്ലിങ്ങളുടെ ചര്യയിൽപ്പെട്ടതല്ല എന്ന് കൃത്യമായി ഇന്ന് നമ്മുടെ നാട്ടിൽ നഹ്സിനെ അനുകൂലിക്കുന്ന ആളുകളുടെ നേതാക്കൾ, അവർ തന്നെ നേതാക്കളായി അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ വാചകമാണ്. അവരെഴുതിയിട്ടുള്ള ഫതാവൽ ഹദീസിയ്യ എന്ന് പറയുന്ന കൃതിയിൽ ഇവരൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള വാചകമാണ്. ഒറ്റവാക്കിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഖദാ ഖദറിലുള്ള വിശ്വാസം രൂഢമൂലമാക്കുക, അള്ളാഹുള്ള തവക്കുൽ രൂഢമൂലമാക്കുക, ഇത്തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളെ കുറിച്ച് അങ്ങേയറ്റം ജാഗ്രത പാലിക്കുകയും ശരിയായ ദീനിൽ അടിയുറച്ച് ജീവിച്ച് അങ്ങനെ തന്നെ കണ്ണടക്കാനുള്ള തൗഫീഖ് ലഭ്യമാകാൻ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് അതിനുള്ള പരിഹാരമായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിധത്തിൽ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുവാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ അവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.